നിങ്ങൾക്കറിയാമോ 15-ലധികം യുവതികളെ ബലാത്സംഗം ചെയ്തു കൊന്ന റിച്ചാർഡ് റാമിറസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്ത് യുവതികൾ ഇവനെ കെട്ടണമെന്ന് പറഞ്ഞ് പരസ്പരം അടിയുണ്ടാക്കുകയും അതിലൊരാളെ മരണത്തിന് മുമ്പ് ഇവൻ കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളോട് ഇതേ ക്രൂരത കാണിച്ച ജെഫ്രി ഡാമർ മരണത്തിന് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ നൂറുകണക്കിന് പെൺകുട്ടികളാണ് പ്രണയാഭ്യർത്ഥനയുമായി അവന് ലെറ്റേഴ്സ് അയച്ചിരുന്നത്. മറ്റൊരു സീരിയൽ കില്ലറായിരുന്ന ടെഡ് ബണ്ടി വിചാരണ സമയത്ത് തന്റെ ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യുകയും ഒരു യെസ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ അല്ലേ, അടി കൊടുക്കണ്ടേ. റീസെന്റ് ആയി ടാസ്മാർക്ക് സ്കാമിൽ ആരോപണം നേരിട്ട കൈഡു ലോഹർ ഡ്രാഗൺ എന്ന മൂവിയുടെ ഒരു പ്രൊമോഷണൽ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് ബാഡ് ബോയ്സിനെയാണ് ഇഷ്ടം. ഗുഡ് ബോയ് ആണെങ്കിൽ ലൈഫ് ബോറിംഗ് ആകാൻ സാധ്യതയുണ്ട്. ബാഡ് ബോയിയെ ഗുഡ് ആക്കി മാറ്റുന്നത് നല്ല ഫണ്ണാണ് എന്ന്. മോസ്റ്റ്ലി മിക്കവർക്കും പറ്റുന്ന ഒരു അബദ്ധ ധാരണയാണിത്. ബേസിക്കലി കൺസിഡറിംഗ് ടോക്സിസിറ്റി ആസ് മാസ്കുലിനിറ്റി. പിന്നെ ഒരാളുടെ സ്വഭാവം മാറ്റുക എന്നൊക്കെ പറയുന്നതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു ടോക്ക് ഷോയിൽ സ്റ്റീവ് ഹാർവി പറയുന്നുണ്ട്, ആണുങ്ങൾ അവരുടെ സ്വഭാവം മാറ്റും, പക്ഷെ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി മാത്രമേ അവരത് ചെയ്യൂ എന്ന്. കറക്റ്റ് ആണത്. അത് കഴിഞ്ഞാലും അവർ മാറും, പക്ഷെ അത് സാഹചര്യങ്ങൾക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും മാത്രമാണ്. പിന്നെ ഒരാൾ ഒതുങ്ങി കഴിയുന്നു എന്ന പേരിൽ അയാൾ ബോറിംഗ് ആകണമെന്നില്ല. നല്ലൊരു ശതമാനം അങ്ങനെ ഒതുങ്ങി കഴിയുന്നവന്മാരും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഴിഞ്ഞ കാലമുള്ള സൂര്യനാരായണ വർമ്മമാർ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ നിങ്ങൾ എക്സൈറ്റിംഗ് അഡ്വഞ്ചർ ആകുമെന്ന് കരുതിയെടുത്ത് തോളിൽ വെക്കുന്ന പലതും നിങ്ങൾക്ക് ലൈഫ് ടൈം ട്രോമ തന്നിട്ടാകും പോവുക. സോ ചൂസ് വൈസ്ലി.